കൊല്ലത്ത് ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുൻ മരിച്ച സംഭവത്തിൽ നടപടിയുമായി KSEB ഓവർസിയറെ സസ്പെൻഡ് ചെയ്തു. സെക്ഷനിലെ ഓവർസിയറായ ബിജു എസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്, പോലീസ് മുന്നോട്ട് പോവുകയാണ്. വിശദാംശങ്ങൾ. ചീഫ് എഞ്ചിനീയറാണ് ഇപ്പോൾ കൊല്ലം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് അനുസരിച്ച് ചീഫ് എഞ്ചിനീയറാണ് ഈ ഓവർസിയറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രഥമദൃഷ്ട്യാ ഇതിൽ ഓവർസിയർ വീഴ്ച വരുത്തി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന കണ്ടെത്തലുകൾ. ഇനി അതിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുടർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അതെല്ലാം പരിശോധിക്കുക. എന്തായാലും KSEBയിലെ ഇത് ആദ്യ സസ്പെൻഷനാണ്. നേരത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ HMനെ സസ്പെൻഡ് ചെയ്തിരുന്നു. നിലവിൽ ഇപ്പോൾ പോലീസ് ഈ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ബിൽഡിംഗ് എയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇനി അതും ഇതുപോലെ സസ്പെൻഷൻ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതെല്ലാം ഉദ്യോഗസ്ഥ തരത്തിലേക്കാണോ ഇതിന്റെ മുകളിലേക്ക് തട്ടിലേക്ക് ഇതിന്റെ അന്വേഷണം നീളുമോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമല്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി ഈ ഈ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ വീട്ടിലെത്തി 5 ലക്ഷം രൂപയുടെ ചെക്ക് കൂടി കൈമാറും. നേരത്തെ 5 ലക്ഷം രൂപ നൽകിയിരുന്നു. വൈദ്യുതി വകുപ്പ് ഇതോടെ 10 ലക്ഷം രൂപയാണ് ആ കുടുംബത്തിന് ധനസഹായമായി നൽകുക. ഷമി.